അങ്ങനെ മലയാള സിനിമാ ലോകവും സിനിമാ പ്രേമികളും കാത്തിരുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ വേണ്ടി സിനിമയിലെ ചില മുതലാളിമാരുടെ കാങ്കാണികളായിട്ടുള്ള ചില ചലച്ചിത്ര പ്രവർത്തകരും അവരുടെ സിൽബന്ദികളും നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയും നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. സിനിമയിലെ മുതലാളിമാരെ എന്തിന് സർക്കാർ ഭയപ്പെടണം എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. സിനിമക്കാർക്ക് പ്രാതിനിധ്യമില്ലാത്ത ഒരു സ്ഥലമല്ല കേരള മന്ത്രിസഭ, കേരള നിയമസഭ. സിനിമാ രംഗവുമായി അടുത്ത് ബന്ധമുള്ള പല ആളുകളും നിയമസഭയിലുണ്ട്, മന്ത്രിസഭയിലുണ്ട്, പൊതുജീവിതത്തിലുണ്ട്. ഇവരിൽ പലർക്കും നമ്മുടെ കാരണഭൂതനടക്കമുള്ള മന്ത്രിമാരുടെ മേൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഒരിക്കലും ഒരു കാലത്ത് പുറത്തു വരികയില്ല എന്ന് വിചാരിച്ചവരാണ് അധികവും. ഏതായാലും അത് വിവരാവകാശ കമ്മീഷൻ്റെ മുമ്പിലെത്തി, കോടതിയിലെത്തി. ഒരു നിവൃത്തിയുമില്ലാത്ത ഘട്ടത്തിൽ ഏതാനും പേജുകൾ മറച്ചു വെച്ചിട്ടാണ് എങ്കിൽ പോലും അത് പുറത്തു വിടാനുള്ള ഒരു സൗമനസ്യം ബഹുമാനപ്പെട്ട കേരള സർക്കാരും വിവരാവകാശ കമ്മീഷനും കാണിച്ചു എന്നുള്ളതാണ്. ഏതായാലും റിപ്പോർട്ട് പുറത്തു വന്നു. നടുക്കമുണ്ടാക്കുന്ന റിപ്പോർട്ട്. ഇത് വായിച്ചവർ ഞെട്ടിപ്പോയി എന്നൊക്കെയാണ് ടെലിവിഷൻ ചാനലുകാരും പത്രങ്ങളുമൊക്കെ അടിച്ചു വിടുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൽ പുതുമയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. കാരണം എല്ലാവർക്കും അറിവുള്ള കാര്യം തന്നെയാണ്. ഈ ഹേമ കമ്മിറ്റി വളരെയധികം തെളിവെടുത്ത് പലരുടെയും മൊഴികൾ രേഖപ്പെടുത്തി പല രേഖകളും പരിശോധിച്ച് വലിയൊരു കണ്ടുപിടുത്തമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. സിനിമയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് അവിടെ റോള് കിട്ടുന്നതിന് അല്ലെങ്കിൽ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ത്യാഗം അല്ലെങ്കിൽ അതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്. ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഒരാളും ഈ ഭൂമി മലയാളത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ ധാരണകളെ അടിവരയിടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ള ഫൈൻഡിങ്ങാണ് ശ്രീമതി ജസ്റ്റിസ് കെ ഹേമയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ ജസ്റ്റിസ് ഹേമ എനിക്ക് നന്നായിട്ടറിയാം. ഇവർ എറണാകുളത്ത് അഡീഷണൽ ജില്ലാ ജഡ്ജിയായിട്ടാണ് വന്നത്. പിന്നീട് ജില്ലാ ജഡ്ജിയായി. ഇടയ്ക്ക് കുറച്ചു കാലം കുടുംബക്കോടതി ജഡ്ജിയായിരുന്നു. പിന്നീട് കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു. അത് കഴിഞ്ഞ് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് വനിതാ ജഡ്ജി എന്ന പരിഗണന നിമിത്തം ഈ സിനിമാ രംഗത്തുള്ള തിരുമാലിത്തരങ്ങളെപ്പറ്റി പഠിക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് അവർ നിയമിച്ചു. സത്യസന്ധയായ, പ്രഗത്ഭയായ, നിഷ്പക്ഷമതിയായ ഒരു ന്യായാധിപ തന്നെയാണ് അവർ. അതുകൊണ്ടാണ് ആരെയും അധികം വെള്ളം പൂശാതെ സത്യസന്ധമായ റിപ്പോർട്ട് എഴുതി കൊടുത്തത്. നേരെ മറിച്ച് സിനിമാ രംഗത്തുള്ള എല്ലാ ആൾക്കാരും പരിശുദ്ധന്മാരാണെന്നും മാർപ്പാപ്പയുടെ അടുത്ത വരവിന് വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണ് എന്നും ഒരു റിപ്പോർട്ടാണ് എഴുതി കൊടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമുക്കറിയാം. വലിയ അവഹേളനത്തിന് ഈ മാന്യ വനിത പാത്രീഭൂതയാകുമായിരുന്നു. അപ്പോൾ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ഇംഗ്ലീഷിൽ ഒരു റിപ്പോർട്ടായിട്ട് എഴുതി അവരവതരിപ്പിച്ചു. അതിൽ പറഞ്ഞിട്ടുള്ളത് സിനിമാ രംഗത്ത് നടക്കുന്ന പലവിധ ചൂഷണങ്ങളെക്കുറിച്ചാണ്, പീഡനങ്ങളെക്കുറിച്ചാണ്, ഈ രംഗത്തേക്ക് വരുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ പങ്കപ്പാടുകളെക്കുറിച്ചാണ്. അതുമാത്രമല്ല, ഈ സിനിമാ രംഗത്ത് അണ്ടർ പ്രിവിലേജഡായിട്ടുള്ള ഒരു വിഭാഗമുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർ. ഇവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. അവർക്ക് കിട്ടുന്ന പരിഗണന വളരെ തുലവും മോശമാണ്. അപ്പോൾ ഇതിലൊക്കെ മാറ്റം ഉണ്ടാകണം എന്നാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിൽ ഏതെങ്കിലും നിർദ്ദേശം നടപ്പാകുമെന്നുള്ള യാതൊരു പ്രതീക്ഷ എനിക്കില്ല. ഇത് സർക്കാർ വിചാരിച്ചാലോ അല്ലെങ്കിൽ സിനിമാക്കാരുടെ സംഘടനകൾ വിചാരിച്ചാലോ ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മലയാള സിനിമ തുടങ്ങിയ കാലം മുതൽക്ക് ഉള്ള ദുഷ്പ്രവണതകൾ തന്നെയാണ്. ഇത് 1950-കളിലും ഉണ്ടായിരുന്നു, 40-കളിലും ഉണ്ടായിരുന്നു, 60-കളിലും 70-കളിലും 80-കളിലും 90-കളിലും ഉണ്ടായിരുന്നു. ഇനി 2024 ആണ്ടിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് ഇതിനെന്തെങ്കിലും അറുതി വരും എന്ന് വിചാരിക്കാൻ പറ്റുള്ള മൗഢ്യം ഏതായാലും എനിക്കില്ല. എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ ദൈവാധീനം നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. വലിയ പ്രതീക്ഷയൊന്നും വച്ച് പുലർത്തേണ്ട. ശ്രീമതി ജസ്റ്റിസ് ഹേമയുടെ സത്യസന്ധതയും നിഷ്പക്ഷതയും ഞാൻ അംഗീകരിക്കുന്നു. അവർ മാന്യമായ റിപ്പോർട്ട് എഴുതി കൊടുത്തു എന്നുള്ളതും ശരിയാണ്. ഇതൊരു ചരിത്ര രേഖയായിട്ട് അവിടെ കിടക്കും. കേരള ചലച്ചിത്ര ശാഖയുടെ പുരോഗതിയെക്കുറിച്ച്, അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ഒക്കെ പഠനം നടത്തുന്ന ആളുകൾക്ക്
ഭാവിയിൽ ഒരു റെഫറൻസായിട്ട് ഉപയോഗിക്കാം. അതിനപ്പുറത്തേക്ക് ഇത് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഉണ്ടാക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് തോന്നുന്നു. ഏതായാലും ഇങ്ങനൊരു റിപ്പോർട്ട് ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു, അനിവാര്യമായിരുന്നു. അതുണ്ടായി എന്നുള്ള ആശ്വാസം മാത്രമാണ് ആകെ ഉള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടാകും, എന്തെങ്കിലും മാറ്റം ഉണ്ടാകും, എന്തെങ്കിലും പുരോഗതി ഉണ്ടാകും എന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെ, നല്ല കാര്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.